ഹലോ ഗൈസ്, കുവൈത്തിലെ വ്യത്യസ്തമായൊരു കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുവൈത്ത് സിറ്റിയിലേക്കാണ്. കൂടെ കൂടിക്കൊള്ളിട്ടാ, അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പോണത്. നമ്മുടെ തൊട്ട് മുന്നിലുള്ളത് കുവൈത്ത് സിറ്റിയാണ്. ഇത് മാലിയ റൗണ്ട് അബൌട്ട്. ഷെറട്ടൺ ഹോട്ടൽ, നേരെ ബീച്ചിലേക്കുള്ള റോഡാണിത്. വലതുഭാഗത്ത് കാണുന്നതാണ് ഷെറട്ടൺ ഹോട്ടൽ. വലതുഭാഗത്ത് ഇത് ക്രിസ്ത്യൻ പള്ളിയാണ്, ചർച്ച്. നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. നല്ല ട്രാഫിക് ഉണ്ട്. ഇതാണ് ബീച്ചിലെ പാർക്ക്. അടിപൊളിയാട്ടോ, നല്ല ഭംഗിയായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. ആ കാണുന്നതാണ് കടലിലെ പാലം. ഈ പാലത്തിലൂടെ നമുക്ക് യാത്ര ഇന്ന് തുടരേണ്ടതുണ്ട്. വെയിറ്റ് ആൻഡ് സീ. പാർക്കിലൊക്കെ കുറച്ച് നേരം നടന്ന് നല്ലൊരു ബിരിയാണിയും കഴിച്ച് നമുക്ക് യാത്ര വീണ്ടും തുടരാം. ഇതാണ് കുവൈത്ത് സിറ്റി. കടലിലേക്ക് നോക്കിയപ്പോൾ ഒരു കണ്ടെയ്നർ ഷിപ്പ് പോകുന്നത് കണ്ട്. അപ്പോൾ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കടൽപ്പാലം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ കേട്ടോ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ മുന്നേ കണ്ട ആ ബ്രിഡ്ജിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. നമ്മുടെ ഡ്രൈവർ പെർഫെക്റ്റാണ്. മുകളിൽ നിന്ന് ഉള്ള വ്യൂ ആട്ടത്. നമ്മൾ കടലിലേക്കുള്ള സ്റ്റാർട്ടിങ് ആയിട്ടില്ല, ഏകദേശം അടുത്തെത്തി തുടങ്ങി. ഷോയ്ക്ക് പോർട്ട്, അവിടെ നിന്നാണ് ഈ കടലിലേക്കുള്ള ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യണത്. വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് ഷോയ്ക്ക് പോർട്ട്. പോർട്ടിലെ ക്രെയിനുകളാണ്, കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനൊക്കെ ഉപയോഗിക്കുന്ന ക്രെയിനുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പാർക്കിംഗ് അലൗഡ് അല്ല, അതുകൊണ്ടാണ് വണ്ടി നിർത്താൻ പ്രയാസം കൊണ്ടാണ് ഞങ്ങൾ നേരെ കണ്ടിന്യൂ ചെയ്തത് യാത്ര. എന്തായാലും നല്ലൊരു വ്യൂ പോയിൻ്റ് ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങളുടെ യാത്ര ഉള്ളത്. ഏകദേശം നമ്മൾ കടൽ ബ്രിഡ്ജിലോട്ട് കടന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദോഹ ആ ഭാഗത്തേക്ക് പോകുന്ന 7th റിംഗ് റോഡാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോവും ബൊബിയാൻ ഐലൻഡിലേക്കുള്ള റോഡിലൂടെ, കടൽപ്പാലത്തിലൂടെയുള്ള ആ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുവൈത്തിൻ്റെ ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. നമുക്ക് അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, സദേൺ ഐലൻഡ്. അവിടെ പോയാൽ നല്ല വ്യൂ ആയിട്ട് കാണാം എന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. കുറഞ്ഞൊരു മൂടൽമഞ്ഞുണ്ട്, വ്യക്തത കുറവുണ്ട്. ഒരുപാട് ലോങ് ആണ്, ഡിസ്റ്റൻസ് ആണ്. എന്നിരുന്നാലും മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെയാണ് സദേൺ ഐലൻഡിലേക്കുള്ള എൻട്രി. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ നല്ലൊരു മൂടൽ മഞ്ഞ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ അത്ര സുഖകരമല്ല. വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലത്തിലൂടെയുള്ള ആ യാത്ര ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്.
കുവൈത്ത് സിറ്റി തന്നെയാണ് ഈ പാലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സിറ്റിയൊന്നും കാണുന്നില്ല. സുബിയ, ബൊബിയാൻ, ഈ ഭാഗത്തേക്ക് ഇറാഖ്, ഈ ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. അബ്ദലി, ബൊബിയാൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഐലൻഡാണ്. അത് ഇതുവഴി തന്നെയാണ് അങ്ങോട്ടുള്ള റോഡ് പോകുന്നത്. ഈ ഭാഗം കുറച്ച് ഉയരത്തിലാണ് പാലം ഉള്ളത്. ദോഹ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പോർട്ടുണ്ട്. ആ പോർട്ടിലേക്കുള്ള കപ്പലുകൾ ഇതുവഴി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് പാലത്തിന് പൊക്കം കൂടുതലായിട്ട് കാണുന്നത്. നല്ല വലിയ തൂണുകളാണ് നൽകിയിട്ടുള്ളത്. ആ ഭാഗം നല്ലൊരു പൊക്കത്തിലാണ് നമുക്ക് കാണാൻ കഴിയും. നല്ല ഒരു അടിപൊളി അനുഭവം ഉള്ളൊരു യാത്രയായിരുന്നു. ഏകദേശം ഒരു 36-40 കിലോമീറ്ററോളം ഇവിടെ നിന്ന് ഈ പാലത്തിനുണ്ട്. ബൊബിയാൻ അത് വേറെയാണ്. ബൊബിയാനിൻ്റെ വേറൊരു ബ്രിഡ്ജുണ്ട് അങ്ങോട്ട് കിടക്കാനുള്ള. അതിൻ്റെ കിലോമീറ്റർ അല്ല പറഞ്ഞത്. ഇതിന് ഏകദേശം ഒരു 38 കിലോമീറ്റർ ഈ പാലം തന്നെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ട്. ആ പാലത്തിൻ്റെ കാലുകളാണ്. നല്ല ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഈ റോഡിലൂടെയൊക്കെ മാക്സിമം സ്പീഡ് 100 ഈ ലൈറ്റിൻ്റെ കാൽമലെല്ലാം ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. 3 തൂണുകൾക്ക് ഇടയിലായിട്ട് ഓരോ ക്യാമറ. മുമ്പിലോട്ടുള്ള വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. കടലിൻ്റെ ഏകദേശം ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡിലോട്ട് നോക്കിയാൽ കുവൈത്ത് സിറ്റി ഒന്നും കാണുന്നില്ല. ഈ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഐലൻഡാണ് എന്നാണ് തോന്നുന്നത് ഫ്രണ്ടിലുള്ളത്. നോർത്തേൺ ഐലൻഡ്. ഈ ഐലൻഡൊക്കെ നിർമ്മിച്ചതാട്ടോ. ഇത് ഇവിടെ ഉള്ള ഐലൻഡ് അല്ല എന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ നിന്നും കുവൈത്ത് സിറ്റിയുടെ ഒരു പൊടി പോലും കാണുന്നില്ല. ഒരുപാട് ദൂരം നമ്മൾ ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ഇറാഖ് ബോർഡർ, അങ്ങോട്ടൊന്ന് അബ്ദലി, ആ ഭാഗത്തേക്കാണ്. വീടുകളൊന്നും ഈ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം റോഡിന് തിരക്കൊന്നുമില്ല. നല്ല സുഖമായിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയും. ഏകദേശം പാലം അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ പാലം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രിഡ്ജ് വരുന്നത് ബൊബിയാനിലോട്ടുള്ളതാണ്. നമുക്ക് പോകാനുള്ളത് ജഹറ അബ്ദലി ഇറാഖ് ബോർഡർ. ഈ ബൊബിയാനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും കടൽപ്പാലം വേറെ ഒന്നും കൂടെ ഉണ്ട്. അതിലൂടെ കടന്ന് അങ്ങോട്ട് പോകണം. മസറ പച്ചക്കറി കൃഷികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അബ്ദലി എന്ന് പറഞ്ഞത്. ഇപ്പോൾ തണുപ്പിൻ്റെ സീസണാണ്. സൂര്യൻ അസ്തമിക്കാനായി. ഈ അസ്തമയം നമുക്ക് മരുഭൂമിയിലെ അസ്തമയം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇവിടെ കടകളായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഉള്ളത് ഓരോ വണ്ടികളൊക്കെ സൈഡിൽ നിർത്തിയിട്ടുള്ള അങ്ങനെയുള്ള കച്ചവടം ഇവിടെ കാണുന്നുള്ളൂ. റോഡ് സൈഡിലൊക്കെ മണ്ണ് വന്ന് കിടക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഒരുപാട് റോഡിൻ്റെ നടുക്കിലോട്ടൊക്കെ
കയറി വരാൻ സാധ്യത കൂടുതലാണ്. മണൽക്കാറ്റ് അടിക്കുന്ന സമയത്ത് റോഡിലേക്ക് കയറി വരും. നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ച് പോകുക. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഇതുവഴി പോകുമ്പോഴുള്ള കട. ഓരോ പിക്കപ്പ് വാനുകൾ, അതിൽ കടകൾ ബക്കാല സജ്ജമാക്കിയിട്ടുണ്ട്. എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. റോഡ് സൈഡിലൊക്കെ കണ്ടില്ലേ മണൽ കൂടിക്കെടുക്കുന്നുണ്ടല്ലേ, ഡേഞ്ചർ ഏരിയയാണ്. അതിലൂടെയൊക്കെ വണ്ടി കയറി കഴിഞ്ഞാൽ പാളിപ്പോകാൻ സാധ്യത കൂടുതലാണ്. റിഗുകളാണ് ഈ കാണുന്നത്, പെട്രോള് കുഴിച്ചെടുക്കുന്ന ഏരിയ. അടിപൊളി റോഡാണ്, പക്ഷെ മണൽ റോട്ടിലോട്ട് നല്ലോണം കയറിയിട്ടുണ്ട്. JCB ഒക്കെ വന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് ഇടക്ക്. സൂര്യൻ അസ്തമിക്കാനായി ഏകദേശം. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ, അടിപൊളി യാത്ര. മണൽ ഫുള്ളായിട്ട് കണ്ടില്ലേ, റോഡ് ക്രോസ് ചെയ്ത് കിടക്കണ. വണ്ടി സ്ലോവിൽ പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാളും. ഇനി നമ്മളെ യാത്ര കണ്ടിന്യൂ. അബ്ദലി, ഇറാഖ് ബോർഡർ. സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചായയൊക്കെ കുടിക്കണം. വണ്ടിയിൽ ചായയൊക്കെ ഉണ്ട്. ചായ, സ്നാക്സ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞങ്ങളെ യാത്ര ഉള്ളത്. മരുഭൂമി കേട്ടോ, പുതിയ റോഡാണ്. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ചായ ഇങ്ങനെ കുടിച്ച് ആ സൂര്യൻ്റെ അസ്തമയം നോക്കി അങ്ങനെ ചായ കുടിക്കാനുള്ളൊരു വൈബ്, നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. സൂര്യൻ ഏകദേശം അസ്തമിച്ചു തുടങ്ങി. ഇതാണ് മരുഭൂമിയിലെ സൂര്യാസ്തമയം. നമ്മുടെ നാട്ടിലൊക്കെ കടലിൻ്റെ സൈഡിൽ പോയിട്ട് നമ്മൾ കാണും. അതുപോലെ നമ്മളിവിടെ മരുഭൂമിയിൽ നിന്നിട്ട് സൂര്യാസ്തമയം കാണുക. ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. മുമ്പ് കന്യാകുമാരി വീഡിയോയിൽ സൂര്യന് ഉദിക്കുന്നത് കണ്ടിരുന്നു, കടലിൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ. അതുപോലെ അസ്തമയം മരുഭൂമിയിൽ ഒരു വെറൈറ്റി. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്, യാത്രക്കാർക്കൊക്കെ നിർത്താനുള്ള ഒരു സൗകര്യം. വലിയ വണ്ടികൾക്കൊക്കെ നിർത്താൻ പറ്റിയ ട്രാക്കുകളായിട്ട് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കടകളൊന്നുമില്ല. സൂര്യൻ അസ്തമിച്ചു എന്ന് പറയാം. ക്ലിയർ. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിച്ചിരിക്കണമെങ്കിലും ആ വെളിച്ചം അവിടെ പോയിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇരുട് വരും. ഈ ഗ്രീൻ ബോർഡുകളെല്ലാം ഹൈവേകളാണ്. ഹൈവേ അടയാളപ്പെടുത്താൻ ഗ്രീൻ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. മണൽ കയറി കിടക്കുന്നുണ്ടല്ലേ, സ്പീഡ് ട്രാക്കിലാണ് ആ മണൽ കയറി കിടക്കുന്നത്. ഈ റോഡ് നേരെ ഇറാഖ് ബോർഡറിലോട്ടാണ്. അബ്ദലി പച്ചക്കറികളും ഫാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നല്ല പകൽ സമയത്ത് പോകണം, എന്നാലേ അതൊക്കെ ഒന്ന് കാണാൻ കഴിയുള്ളൂ. ഏകദേശം ഇരുടായി തുടങ്ങി. ഇത് അബ്ദലി എത്തിയിട്ടുണ്ട്. വലത് ഭാഗത്ത് കാണുന്ന റിഗുകളും ഇറാഖിൻ്റെ ഏകദേശം ലൈറ്റുകളൊക്കെ കാണുന്ന ഭാഗം ഇറാഖാണ് എന്നാണ് തോന്നുന്നത്. റോഡ് സൈഡിൽ പച്ചക്കറിയൊക്കെ വിൽക്കുന്നതായിട്ട് കാണാം. കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ചെറിയ പള്ളി സൗകര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഇതൊക്കെ റിഗുകളാണ്, എണ്ണ എടുക്കണ റിഗുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ ഭയങ്കര സ്മെല്ലാണ്.
പള്ളി, നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പച്ചക്കറിയൊക്കെ റോഡ് സൈഡിൽ വിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓണാക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കവല പോലെ ചെറിയൊരു ജംഗ്ഷന്, സിഗ്നലോ കാര്യങ്ങളൊന്നുമില്ല. ബക്കാല പെട്ടിക്കട മറ്റേ വണ്ടി ആണ് ഉള്ളത്. ഒരു പോട്ടിപ്പടലം, ഒരു ബഗി ഫ്രണ്ടിലോട്ടാണ് പോയിരുന്നത്, അതിൻ്റെതാണത്. ഒരുപാട് ഫാം ഹൗസുകളാണ് ഇവിടെ. കുവൈറ്റികളൊക്കെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ, ഓഫ് ദിവസങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ ഒന്ന് താമസിക്കും. റിഗുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ കത്തുന്നത് റിഗാണ്. പള്ളി സൗകര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. പുറകിൽ കാണുന്നത് ഇറാഖിൻ്റെ ബോർഡറാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇറാഖിൻ്റെ ബോർഡർ. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. വണ്ടി സൈഡാക്കി. കുറച്ചും കൂടി ചായ വണ്ടിയിലുണ്ടായിരുന്നു. ഇറാഖിൻ്റെ ബോർഡറിൽ വന്നിട്ട് ചായ കുടിച്ച് എൻജോയ്. ഇന്നത്തെ യാത്ര വല്ലാത്തൊരു അനുഭവമുള്ള യാത്രയായിരുന്നു. നല്ല രസമുള്ള യാത്ര. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.